ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. അങ്ങനെ ജീവിച്ചു പോകുന്നു. അസുഖമായി കഴിയുമ്പോൾ ഡോക്ടറെ പോയി കാണുന്നു, അസുഖം മാറാതെ വന്ന് അങ്ങനെ മരിച്ചു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്യും, കച്ചവടമൊക്കെ ആയി, ഒരു വീട് വെച്ചു, കുട്ടികളെ കെട്ടിച്ചു, ഒരു വാഹനമൊക്കെ മേടിച്ചു, അന്തസ്സിലൊക്കെ ജീവിച്ചു എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുന്നു. ചിലർക്ക് അതും കഴിയാതെ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ചെയ്തു കൂട്ടാൻ വേണ്ടി വന്നതാ, ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ നിരർത്ഥകമായ ഒരു ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചിത്രമാണ്. ചെറുപ്പക്കാർക്ക് അറിയുന്നില്ല എന്തിനാ ഞാൻ വന്നത്. നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ സൈന്യം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അവര് വളരെ സ്മാർട്ടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആധുനിക ടെക്നോളജി മനുഷ്യനുള്ള പോലെ അതിലും വലിയ ടെക്നോളജി പിശാചിനും അവന്റെ കൂട്ടുകാർക്കുമുണ്ട്. ഇബ്ലീസ് ആധുനിക ലോകത്ത് ചാർത്തിയിട്ടുള്ള അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബർമുഡ ട്രയാങ്കിൾ ആണെന്നൊക്കെ അതിനെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കേന്ദ്രീകരിച്ച് പിശാചവന്റെ സൈന്യത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ നിമിത്തമാകുന്ന ആ ഒരു കാലഘട്ടം, സ്വർഗലോകത്തെ ജീവിതത്തിൽ പിശാച് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച് മടി കാണിച്ച് അഹങ്കരിച്ച ആ സമയം അള്ളാഹു പുറത്തുപോ എന്ന് പറഞ്ഞപ്പോ, എനിക്ക് ലോകാവസാനം വരെ ജീവിക്കാൻ ആയുസ് തരണം എന്ന് അപേക്ഷിച്ചപ്പോ, നിനക്കത് ഞാൻ തരാം, നിന്റെ ശബ്ദം കൊണ്ട് നീ വേണ്ടവരെ നീ വശീകരിച്ച് എടുത്തേക്കണം, നിന്റെ സൈന്യം ഉപയോഗിച്ച് നീ വശീകരിച്ചെടുത്തേക്കണം, പക്ഷേ എന്റെ സ്വന്തം ആളുകളെ നിനക്ക് കിട്ടുകയില്ല കേട്ടോ എന്ന് അള്ളാഹു പിശാചിനോട് പറഞ്ഞ നേരം, പിശാചിന്റെ ശബ്ദവും പിശാചിന്റെ സൈന്യവും ആധുനിക ലോകത്തെ നമ്മുടെ സമകാലിക യുഗത്തിൽ സിനിമയും ഗാനമേളകളും റിയാലിറ്റി ഷോകളും നിരന്തരം മ്യൂസിക് ചെവിയിൽ വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരുടെ ശൈലിയുമൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോയോ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു സമയത്താണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് ഞങ്ങൾ തൃപ്തിപ്പെട്ടു പടച്ചവനെ. നീ ഞങ്ങൾക്ക് തന്ന ഇസ്ലാം അത് ഞങ്ങൾക്ക് പൊരുത്തമാണ് അല്ലാഹ്, ഞങ്ങൾക്ക് തൃപ്തിയാണ് ഇസ്ലാം. വബിമുഹമ്മദിൻ നബിയ്യ, നിന്റെ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നബിയായി നീ നിയോഗിച്ചു തന്നത് ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പടച്ചവനെ. ഇത് മനസ്സുകൊണ്ട് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിരന്തരം ഹദ്ദാദ് റാത്തീബ് നമ്മൾ ചൊല്ലുന്നവരാണ്. ഒരുപാട് ഹിസ്ൻ, നമുക്ക് കാവൽ ലഭിക്കുന്ന, തഹസ്സുൻ ലഭിക്കുന്ന ആയത്തുകളും ദിക്റുകളും ഒക്കെ സമാഹരിച്ച ഹദ്ദാദ് റാത്തീബ്. അതിൽ ഒരു ദിക്ർ ഇങ്ങനെയാണ്: റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ ദാഖ തുഅമൽ ഈമാൻ. ഈമാനിന്റെ മധുരം അറിഞ്ഞിട്ടുണ്ട്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹു ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവർക്ക് ഈമാനിന്റെ മധുരം അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുണ്ട് എന്ന് വിശ്വസിച്ചു, അതല്ലല്ലോ നമ്മുടെ അഖീദയിലെ അള്ളാഹുവിലുള്ള വിശ്വാസം. അത് മാത്രമല്ലല്ലോ, അള്ളാഹുണ്ട്, അതാർക്കറിയാത്തത്. അള്ളാഹു എന്റെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഓരോ ചലനത്തിലും അള്ളാഹു ഇടപെടുന്നുണ്ട്. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവേ നീ എന്താണ് തരുന്നത് അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് പടച്ചവനെ.
നിന്റെ അലംഘനീയമായ തീരുമാനങ്ങൾ എനിക്ക് പൊരുത്തമാണല്ലോ. അസുഖം വന്നാലും അൽഹംദുലില്ലാഹ്, കടബാധ്യതയിൽ കടത്തിൽ മുങ്ങി കുളിച്ചാലും അൽഹംദുലില്ലാഹ്, രോഗം വന്ന കിടപ്പിലായാലും എന്റെ അള്ളാഹുവിന്റെ തീരുമാനം അതല്ലയോ, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ പറയാൻ നമുക്കാവുന്നുണ്ടോ? വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമായത് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നോട് നീ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമാണ് പടച്ചവനെ. ഞാൻ നിന്റെ തീരുമാനം ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ ആജ്ഞ ഏറ്റെടുത്തിരിക്കുന്നു. കണ്ണിനെ സൂക്ഷിക്കണമെന്ന് നീ പറയുന്നത് എനിക്ക് പൊരുത്തമാണല്ലോ, ഞാനത് അംഗീകരിക്കാൻ ഒരുക്കമാണ്. എന്റെ ശരീരം വ്യഭിചാരത്തിലേക്ക് പോകാതെ സൂക്ഷിക്കണമെന്നും, എന്റെ കൈകൊണ്ട് മോഷണം നടത്തരുതെന്നും, എന്റെ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൂടെന്നും നീ എന്നോട് നിഷ്കർഷിക്കുന്ന നിന്റെ ദീനുൽ ഇസ്ലാം അതെനിക്ക് പൊരുത്തമാണ് പടച്ചവനെ. ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഖൽബ് കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ? വബിമുഹമ്മദിൻ നബിയ, നിന്റെ തിരുനബി അല്ലാഹുവേ ഞങ്ങൾക്ക് എന്താണ് നിന്റെ മുമ്പിലേക്ക് വരാനുള്ള വഴി എന്താണെന്ന് കാണിച്ചു തന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ അരികത്തേക്ക് വരാനുള്ള വഴി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നുവല്ലോ. അല്ലാഹുവേ ആ വഴിയിലൂടെ ജീവിക്കൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കുടുങ്ങിയിട്ട് ചെയ്യല്ല, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അങ്ങനത്തെവർക്ക് ഈമാനിന്റെ മധുരമുണ്ട്. അവർ ഈമാൻ നുണഞ്ഞവരാണ്. അവരുടെ നിസ്കാരങ്ങൾക്ക് ആനന്ദമുണ്ട്. അവരുടെ റമളാനിന് ആനന്ദം വരാൻ പോകുന്നു. ഉംറക്കൊരു ആനന്ദമുണ്ട്, ഹജ്ജിനൊരു ആനന്ദമുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ ആനന്ദമുണ്ട്, രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആനന്ദമുണ്ട്, സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഭാരമാകുന്നില്ല. എന്തേ? എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയോ പിശാചിന് വേണ്ടിയോ? ഈ ഒരു ചോദ്യചിഹ്നം ഓരോരുത്തരുടെ മുമ്പിലേക്ക്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിലെ സുമുഖനായ ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരനാണ്. മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോ നബിയോടൊപ്പം പരിശുദ്ധമായ ത്വയ്ബ നഗരിയിലേക്ക്, മദീനയിലേക്ക് പോവാൻ കൊതിച്ച സുഹാബി സുഹൈബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഹാബിക്ക് മദീനയിലേക്ക് പോവാൻ സമ്മതിക്കാതെ മക്കക്കാർ നിഷ്ഠൂരമായി ബഹുമാനപ്പെട്ട സ്വഹാബിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് മറക്കിരിക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും പിന്നാലെ ആളുകൾ, സുഹൈബ് എങ്ങോട്ടായി പോകുന്നത്? മദീനയിലേക്ക് ഒളിച്ചോടുകയാണോ? അവിടെ പോയി തിരിച്ചു വന്നു. പാതിരാത്രി ഒന്നുകൂടെ മറയിരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴും ചില ശത്രുക്കൾ പിന്നാലെ നോക്കുന്നുണ്ട്. എവിടേക്കാണ് സുഹൈബ് രക്ഷപ്പെടുന്നത്? 500 കിലോമീറ്റർ ടാർ ചെയ്യാത്ത റോഡാണ്. നമ്മൾ ആലോചിക്കണം, സൗദി അറേബ്യയിലെ മക്കയും മദീനയും നിലകൊള്ളുന്ന പ്രദേശങ്ങളുടെ മരുഭൂമി പോലും കല്ലുകൾ നിറഞ്ഞ മരുഭൂമിയല്ലേ? ചെരുപ്പില്ലാതെയോ കാലിന് മറയില്ലാതെയോ നടക്കാൻ പറ്റാത്ത ഉറച്ച കല്ലുകളുള്ള ഭൂമിയിലൂടെ 500 കിലോമീറ്റർ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നടക്കാൻ ഒരുങ്ങി നടക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. രണ്ടാമതും മലമൂത്ര വിസർജനത്തിന് വെറുതെ ഒന്ന് ശത്രുക്കളെ പറ്റിക്കാനൊന്നും പോയി തിരിച്ചു വന്നു. വീണ്ടും പോയി, അപ്പോഴും കൂടെ ആള് വന്നു. രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതൊക്കെ പാതിരാത്രിയിൽ. 4ാമത്തെ തവണയും മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു മറയിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഉറക്കത്തിന് എഴുന്നേറ്റ് പോകുമ്പോ ആളുകൾ പറഞ്ഞു, ലഅനഹുൽ ലാത്തു വൽ ഉസ്സാ, ലാത്തയും ഉസ്സായും ഞങ്ങളുടെ വിഗ്രഹങ്ങൾ അവരെ ശപിച്ചിരിക്കുന്നു, സുഹൈബിനെ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വയറിന് അസുഖം വന്നതാണ്, നമുക്ക് പോകണ്ട. വയറിന് അസുഖം വന്നു. എന്തേ? ലാത്തയും ഉസ്സയുടെയും ശാപം കിട്ടിയതാ എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ ഒരിക്കലൂടെ സുഹൈബ് റളിയല്ലാഹു അൻഹു പോയി വന്നു. അപ്പൊ ആരും പിന്നാലെ കൂടുന്നില്ല. അടുത്ത ഒരു പോക്കുകൂടെ പോയപ്പോഴാണ് മറയിരിക്കാനല്ല ബഹുമാനപ്പെട്ടവർ പോകുന്നത്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരുണ്ട്, അങ്ങകലെ മദീനയിൽ കിടക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ ഒന്ന് കാണാനുള്ള ആകാംക്ഷയിലുള്ള പോക്കാണിത്. റളിതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണ്.
വബിൽ ഇസ്ലാമി ദീനൻ, മക്കയിലെ ബഹുദൈവാരാധന എനിക്ക് വേണ്ട, എനിക്ക് ഇസ്ലാം ഇഷ്ടമാണ്. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നബി തങ്ങൾ എന്റെ നബിയാണെന്ന് എനിക്ക് പൊരുത്തമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നടന്നു പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ സുഹൈബിനെ കാണുന്നില്ലല്ലോ, ആള് രക്ഷപ്പെട്ടോ? പിന്നാലെ കുതിരപ്പട പിന്നാലെ കൂടുകയായി. സുഹൈബ് റളിയല്ലാഹു അൻഹു സുബഹിയാകാറാകുമ്പോഴേക്കും മക്കയുടെ പരിസരം വിട്ടു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പിന്നിൽ നൂറുകണക്കിന് ആളുകൾ കുതിരപ്പടയുമായി വരുമ്പോ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി ചെന്ന് ആവനാഴിയിലെ നൂറുകണക്കിന് അസ്ത്രങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു ഉറക്കങ്ങ് വിളിച്ചു പറഞ്ഞു, മലയുടെ മുകളിൽ കയറിയിട്ട് എന്റെ അരികത്തേക്ക് അടുത്താൽ സർവെണ്ണത്തിനെയും ഞാൻ എന്റെ അമ്പ് കൊണ്ട് കൊന്നുകളയും. സുഹൈബ്, നീ അത് ചെയ്യല്ലേ. എന്റെ അരികത്ത് വന്നാൽ ഞാൻ അമ്പെയ്ത് നിങ്ങളെ കൊലപ്പെടുത്തും. സുഹൈബേ, ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ ദാരിദ്ര്യമുള്ളവനായി വന്ന് കുറെ പൈസയുണ്ടാക്കി മദീനയിലേക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല സുഹൈബേ എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിങ്ങൾക്ക് പൈസയാണോ വേണ്ടത്? എന്റെ വീടുണ്ട് മക്കയിൽ, ഞാൻ പൈസക്കാരനായി മദീനത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ എന്റെ പൈസക്ക് നിങ്ങൾക്ക് ഞാൻ തരാം. മക്കയിലേക്ക് പോയിക്കോളൂ. എന്റെ വീടിന്റെ ഇന്നാലിന്ന വാതിലിന്റെ താഴെ കുഴിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ദീനാറുകള്. കുറച്ച് മൂലയിൽ നിന്ന് തപ്പി നോക്കിയാ കുറച്ച് ദിർഹമുണ്ട് അവിടെ. എന്റെ പെങ്ങളെടുത്ത് ഞാൻ കൊടുത്തേൽപ്പിച്ച കുറച്ച് സമ്പത്തുമുണ്ട്. എല്ലാം നിങ്ങൾ എടുത്തോളൂ, എന്നെ വിട്ടുതരോ, എനിക്ക് മദീനത്തേക്ക് പോണം. ഈ പൈസ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നീ പൊയ്ക്കോ. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ശത്രുക്കൾക്ക് വലിച്ചെറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മദീനയിലേക്ക് ചെല്ലുമ്പോ മരുഭൂമിയിലെ ക്ഷീണം മുഴുവനും അനുഭവിച്ച് തളർന്നവശനായി മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, കച്ചവടം വിജയിച്ചിരിക്കുന്നു സുഹൈബേ. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ. 3 പ്രാവശ്യമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഈ കച്ചവടം വിജയിച്ചു, ഇത് വിജയിച്ച കച്ചവടമാണ്. ഏതാണ് ആ കച്ചവടം? അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുലേക്ക് ഓടിയ ഓട്ടം. ആ കാത് അരുതാത്തത് കേട്ട കാതല്ല, ആ കണ്ണുകൊണ്ട് അരുതാത്തത് കണ്ടിട്ടില്ല സുഹൈബ് റളിയല്ലാഹു അൻഹു, ആ നാവ് കൊണ്ട് അരുതാത്തത് പറഞ്ഞിട്ടില്ല സുഹൈബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് എന്റെ സമ്പത്ത് വേണോ? എന്നെയും എന്റെ റസൂലിനെയും എന്റെ ദീനിനെയും ഒന്ന് വിട്ടേക്കുമോ? എനിക്ക് മുസ്ലിമായി ജീവിക്കണം, എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് പോയി സുഹ്ബത്ത് വാങ്ങിച്ച് ജീവിക്കണം, എന്നൊന്ന് പോകാൻ അനുവദിക്കുമോ? ഇത് മാത്രമാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, കച്ചവടം വിജയിച്ചു സുഹൈബേ, ഇത് ലാഭമുള്ള കച്ചവടമാണ് സുഹൈബേ. എന്തുകൊണ്ട് ലാഭമുണ്ടാകില്ല? വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്ത സ്വർഗം ഈ മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാം അല്ലാഹുവിന് വേണ്ടി ജീവിച്ച എല്ലാം അല്ലാഹുവിന് വേണ്ടി ത്യജിച്ച് റബ്ബിലേക്കുള്ള ഓട്ടം ഓടിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ സത്യവിശ്വാസികൾക്ക് പ്രകാശമുണ്ടാകും. നാളെ പ്രകാശം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അരുതാത്തത് കേൾക്കാതെ കാതിനെ സൂക്ഷിച്ച സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും, അള്ളാഹുവിനെ ഇഷ്ടമായി അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നാളെ കാണാൻ കഴിയും. അവരുടെ മുമ്പിൽ പ്രകാശമുണ്ട്,
വലത് ഭാഗത്തും പ്രകാശമുണ്ട്. ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണിവിടെ. ജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്ക് മനോഹരമായ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ സ്വർഗ്ഗലോകം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അല്ലാഹുവിന് വേണ്ടി, ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്, എന്നൊന്നും ജീവിക്കുന്നവരാണ്. ദാലിക ഹുവൽ ഫൗസുൽ അളീം. ഇങ്ങനെ പ്രകാശത്തോടുകൂടെ നബിയുടെ അനുയായികളും താബിഈങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഉലമാവും സാധാരണക്കാരിൽ മുത്തഖീങ്ങളായി ജീവിച്ചവരും നാളെ പ്രകാശം ചുരത്തി അല്ലാഹുവിന്റെ മഹ്ശറായിൽ നടക്കുമ്പോ, സ്വർഗ്ഗലോകത്തേക്ക് കടക്കുമ്പോ നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ പ്രകാശമുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ കൂടെ ജീവിക്കുന്നവന്റെ കൂടെ യഈശു മഅല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. മ്യൂസിക് തലയിൽ വെച്ച് പാട്ട് കേട്ട് നടക്കുന്നവന്റെ കൂടെ ജീവിക്കുന്നത് യഈശു മഅശ്ശൈത്വാൻ, അവൻ പിശാചിന്റെ കൂടെയാണ്. ഇങ്ങനെ പ്രകാശം ഉണ്ടാവുക. അല്ലാഹുവിന് വേണ്ടി ജീവിച്ചോ നമ്മൾ? അല്ലാഹുവിന് വേണ്ടി എല്ലാം റബ്ബ് മതി എന്ന് നബിയുടെ മുമ്പിൽ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ ഒട്ടകപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഒട്ടകം കിതക്കുന്നുണ്ട്, അയാളും തളർന്ന വശനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ വന്ന മനുഷ്യൻ നമ്മളെയാണല്ലോ നോക്കുന്നത്. അതേ നബിയെ, അയാൾ നമ്മളെന്നെ പോലെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഫഅൈന തുരീദ്, നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണം? എവിടെന്നാ വരുന്നത്? നബിയേ, ഞാൻ വരുന്നത് എന്റെ കുടുംബം. അഖ്ബൽതു മിൻ അഹ്ലി വവുൽദി വഅശീറതി, എന്റെ ഭാര്യ, മക്കളെ, കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നതാണ്. എങ്ങോട്ടാ വന്നത്? എങ്ങോട്ടാ വന്നത്? ഉരീദു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് വേണം. നബിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ചോദിക്കുന്നത് നബിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഉരീദു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വന്നതാണ്. നബി തങ്ങളുടെ മറുപടി, ഫഖദ് അസബ്ത, ആ കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഞാൻ തന്നെയാണ് ആ റസൂലെന്ന്. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖങ്ങനെ തിളങ്ങാൻ തുടങ്ങി, മുഖത്ത് പ്രകാശം പരക്കാൻ തുടങ്ങി, കണ്ണുകൾക്ക് തിളക്കം വന്നു തുടങ്ങി. യാ റസൂലല്ലാഹ്, അങ്ങാണ് അല്ലാഹുവിന്റെ റസൂലെങ്കിൽ അല്ലിംനീ മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു തരുമോ എനിക്ക്? പറഞ്ഞു തരാം. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت. ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നബിയേ ഖദ് അഖറർത്, അതൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു നബിയേ, എല്ലാം ഉറച്ചു വിശ്വസിച്ചു നബിയേ, ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്ലാം പഠിക്കാൻ വേണ്ടി വരികയാണ്. ആദ്യത്തെ വരവ്. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, പഠിപ്പിച്ചു തരൂ നബിയെ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പോട്ടെ നബിയെ. ഒട്ടകം ചലിക്കാൻ തുടങ്ങി. ഒട്ടകം നടന്ന് മുന്നോട്ട് പോയപ്പോ എലികൾ ഉണ്ടാക്കിയ ഒരു മാളമുണ്ടവിടെ. ആ മാളത്തിലേക്ക് ഒട്ടകത്തിന്റെ കാല് കുത്തിയപ്പോ ഈ സ്വഹാബി നബിയുടെ മുമ്പിൽ വന്ന് മുസ്ലിമായി പോകുന്ന നബിയെ കണ്ട സന്തോഷത്തിൽ കണ്ണുകൾ നനഞ്ഞുപോയ ആരോ ഒരാളെ ദാഹാർത്തനായി കടന്നു വന്ന് ആരെയാണോ കാണാൻ കൊതിച്ചത് ആ നബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണ് നിറയെ കണ്ട് ഈമാൻ പുലുകിയിട്ട് തിരിച്ചു പോകുമ്പോ ഒട്ടകം ഒരു കുഴിയിലേക്ക് വീണിട്ട് ആ ഒട്ടകത്തിന്റെ മേലെ നിന്ന് കഴുത്തുകുത്തി വീണുപോയി സ്വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലയ്യ ബിർറജുൽ, അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഉടനെ ഓടിച്ചെല്ലുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നവരെ കൈയെടുത്ത് കൊണ്ടുവന്നു. ഇരുത്തി നോക്കി ഇരിക്കാൻ പറ്റുന്നില്ല. കടത്തി നോക്കി ശ്വാസം നോക്കുമ്പോൾ ശ്വാസം പോയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ സ്വഹാബിയുടെ മുമ്പിലേക്ക് വന്ന് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചു. യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്താണ് അങ്ങ് ചെയ്തത്, അങ്ങെന്തിനാ മുഖം തിരിച്ചത്? മറ്റൊന്നുമല്ല സ്വഹാബികളെ, റഅയ്തു സൗജതൈഹി മിനൽ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐനുകളിൽപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ ഇയാളുടെ അടുത്തേക്ക് ഓടി വന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ എന്റെ മുഖം തിരിച്ചത്. എന്താണ് ചെയ്യുന്നത്?
യദുസ്സാനി ഫീഹി മിൻ സിമാരിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പഴങ്ങൾ ഈ മനുഷ്യന്റെ വായയിലേക്ക് ആ രണ്ട് പെണ്ണുങ്ങളും വെച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് തിരിച്ചതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫഅലിംതു അന്നഹു മാത ജായിഹ, വിശന്നിട്ടാണ് ഈ മനുഷ്യൻ മരിച്ചതെന്ന് എനിക്കപ്പോൾ ബോധ്യപ്പെട്ടുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ഖൽബിലേക്ക് കയറി ഏതാനും മിനിറ്റുകളായപ്പോഴേക്കും ഹൂറുൽ ഈനുകൾ വന്ന് സ്വീകരിക്കുന്ന പരുവത്തിലേക്ക് ഖൽബിലേക്ക് ഈമാൻ കയറിയവര് പെട്ടെന്ന് മതി. ചില ആളുകൾക്ക് ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് ഒരുപാട് സമയമെടുത്തിട്ട് നല്ലവരായി ജീവിച്ച് ഫയസ്ബിഖുൽ കിതാബ്, അള്ളാഹുവിന്റെ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് അത് മുൻകടക്കുകയും അവസാന കാലം വെച്ച് മോശപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ. ഒരുപാട് കാലം മോശപ്പെട്ട് ജീവിച്ചു, പെട്ടെന്ന് നന്നായി സ്വർഗത്തിലേക്ക് പോകുന്നവർ എത്ര ആളുകളുണ്ടെന്ന. ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, വയസ്സ് 60-70 കഴിഞ്ഞിട്ടുണ്ട്, നല്ല നിലക്ക് ജീവിച്ച് പള്ളിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ നിരന്തരം പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളാണ്. ഒക്കെ ശരിയാണ്. മകൻ വീട്ടിൽ വന്ന് ടി വി വാങ്ങിയതിന് ശേഷം മുമ്പ് സീരിയലിന്റെ അഡിക്റ്റാ. 70 വയസ്സായതിന്റെ ശേഷം സിനിമ കണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, സിനിമ കാണുന്ന വല്യമ്മമാർ, സിനിമ കാണുന്ന വല്യാപ്പമാർ, അങ്ങനെ കാലം കഴിഞ്ഞ് അവസാന കാലാകുമ്പോഴേക്കും ഒരു 10-100 സിനിമ കണ്ടിട്ടുണ്ടാവും മിനിമം. അങ്ങനെ മരിച്ചു പോകുന്ന, നല്ലവരായി തുടങ്ങി അവസാനം മോശപ്പെടുന്ന എത്ര ആളുകളുണ്ട് ഇല്ലേ? സീരിയലും പിടിച്ചിട്ടുണ്ട്, റിമോട്ടും പിടിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ? വയസ്സുകാലത്ത് 40 കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങിക്കൊള്ളണം. 40 കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ ഒരുങ്ങുന്നില്ലെങ്കിൽ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ സാധിക്കാതെ മരിക്കുമോ എന്ന് പേടിക്കണമെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. 40 കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആവണം. അതിന് മുമ്പ് തന്നെ വേണം. 40 കഴിഞ്ഞാൽ എന്തായാലും നല്ലവരായി ജീവിച്ച് പിന്നെ അവസാനം സിനിമ കണ്ട് മരിക്കുന്ന വല്യമ്മ വല്യപ്പന്മാരും. പൊന്നാര മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു പരീക്ഷിക്കാൻ വിട്ട ലോകമാണിത്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, എന്താണോ നിങ്ങൾ അവസാനമായി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹു നിങ്ങളുടെ അമലുകൾ നോക്കുന്നത്. എങ്ങനെ അവസാന കാലം എന്ത് ചെയ്തു അതനുസരിച്ച് അല്ലാഹു നമ്മളും തമ്മിലുള്ള രേഖ, അങ്ങനെയാണ് റബ്ബ് രേഖപ്പെടുത്തുന്നത്. അവസാന കാലം എങ്ങനെയാണ്? മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ ശൈഖ് ഇബ്രാഹിം അദ്ഹം ശൈഖ് അവറുകളെ, തെറ്റ് ചെയ്യാൻ തോന്നുകയാണ്, എങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കിയാലും പിടിക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അയാൾ വന്ന് പറഞ്ഞ വാക്കാണത്. ഇന്ന നഫ്സി തദ്ഫഉനി ഇലൽ മആസി ഫഅദുനി മൗഇള, എന്റെ ശരീരം എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ശൈഖ് അവറുകളെ, ഇബ്രാഹിം അദ്ഹം തങ്ങളോടാ ചോദിക്കുന്നത്, ഫഅദുനി മൗഇള, എനിക്ക് നിങ്ങളൊരു ഉപദേശം തരുമോ? ചെറുപ്പക്കാരൊക്കെ പറയില്ലേ, കണ്ണ് സൂക്ഷിക്കാൻ പറ്റണേ, എങ്ങനെയായാലും നോക്കി പോവാണ്, വേണ്ടാന്ന് വിചാരിച്ചാലും ചെയ്തു പോവുകയാണെന്ന്, ശരീരം തിന്മയിലേക്ക് വിളിക്കുന്നുണ്ട്, ഒരു ഉപദേശം തരുമോ? അങ്ങനെ സംശയമുള്ള മുഴുവൻ ആളിലേക്കും മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ഈ ഉപദേശം ഞാൻ കൈമാറുകയാണ്, എന്റെ സ്വന്തം ശരീരത്തോടും. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലേ നീ ആ തെറ്റങ്ങ് ചെയ്തോ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ ചോദിക്കുന്നതിന് നീ ഉത്തരം തരണം. പിടിച്ചേക്കാൻ പറ്റില്ല, നീ ചെയ്തോ, പക്ഷെ എനിക്ക് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്, അതിന് നീ മറുപടി തരണം. ഒന്ന്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ നിനക്ക് മോഹം തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയി നീ മറഞ്ഞിരുന്ന് ചെയ്തേക്കണം. വാതിലടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴേ, അള്ളാഹ് കാണാത്ത സ്ഥലമല്ലല്ലോ അത്, അള്ളാഹു കാണാത്തിടത്തേക്ക് പോയേക്കണം. യാ ശൈഖ്, അള്ളാഹ് കാണാത്തൊരിടമുണ്ടോ ഭൂമിയിൽ? എന്നാ നീ പറയൂ, എന്നെങ്ങനെയാ നീ തെറ്റ് ചെയ്യാ? രണ്ടാമത്തെ വിഷയം, അള്ളാഹുവിന് തെറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ തഅസ്ഫിഹി ഫീ അർളി, അള്ളാഹിന്റെ ഭൂമിയിൽ വെച്ച് തെറ്റ് ചെയ്യല്ലേ, നീ വേറെവിടെങ്കിലും പോയിക്കോ, ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. ശൈഖ് അവറുകളെ, ഭൂമിയിലല്ലാതെ ഞാൻ എവിടെ പോകും? ആകാശം ഭൂമിയുടെ ഭാഗമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നതേ ഭൂമിയുടെ ഭാഗമാണ്. നമുക്കറിയാലോ, മണ്ണ് മാത്രമല്ല, ഭൂമിയുടെ മേലെയുള്ള 80 കിലോമീറ്ററോളം വരുന്ന അന്തരീക്ഷം, ഓക്സിജൻ കിട്ടുന്ന ഭാഗം ഭൂമിയുടെ ഭാഗമാണ്. ഭൂമിയോടൊപ്പം ഈ വായു തിരിയുന്നുണ്ടെന്ന്, അത് വലിയൊരു അത്ഭുതമാണ്. ഒരു സയൻസിന്റെ ഒരു വലിയൊരു അത്ഭുതകരമായ കണ്ടുപിടുത്താണ്. ഭൂമിയോടൊപ്പം അതിന്റെ മേലത്തെ എയറും ഒരുപോലെ തിരിയാണെന്നാണ്.
അല്ലെങ്കിൽ സൗകര്യം കിട്ടുമായിരുന്നു, പൈലറ്റുമാർക്ക് പണി കുറഞ്ഞിരുന്നേനെ. ഭൂമി ഏതായാലും തിരിയാണല്ലോ, ഇടത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കരിപ്പൂരിൽ നിന്ന് ഒരാൾക്ക് നൈറോബിയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ മൊറോക്കോയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ജോഹന്നസ്ബർഗിലേക്ക് ആഫ്രിക്കയിലേക്ക് പോകണമെങ്കിൽ ഫ്ലൈറ്റ് നേരെ എയർപോർട്ടിൽ നിന്നാണ് പൊന്തി ആകാശത്ത് ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഭൂമി ഇങ്ങനെ തിരിഞ്ഞു വരൂലേ, അപ്പോൾ താന്നെടുത്താൽ മതി. അങ്ങനെയല്ല, ഭൂമിയും വായുവും ഒരുമിച്ചാണ് തിരിയുന്നത്. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നാൽ പോരെ, വെയിറ്റ് ചെയ്താൽ പോരെ, ഭൂമി ഉരുണ്ട് വരട്ടെ, അപ്പം നമുക്ക് ലാൻഡ് ചെയ്യാം. അങ്ങനെയല്ല, അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സീറു ഫിൽ അർളി എന്ന് ഖുർആൻ പറയുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണില്ലേ. അലൽ അർളി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മണ്ണിലൂടെ എന്തെങ്കിലും ചിന്തിച്ചു പോയേനെ. ഫിൽ അർളി എന്ന് പറഞ്ഞ ജവ്വലും ഫിയാണ്, ഭൂമിയാണ്. ആകാശവും ഭൂമിയാണ്, നമ്മുടെ അന്തരീക്ഷവും ഭൂമി. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ മണ്ഡലം ഒക്കെ അല്ലാഹുവിന്റെ ലോകമാണ്. ഫ്ലൈറ്റിൽ നിന്ന് മ്യൂസിക് കേൾക്കുന്നവരുണ്ട്, ഇൻ ഫ്ലൈറ്റ് എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ഫ്ലൈറ്റിൽ ഉണ്ടാകും കുറെ റെക്കോർഡ് ചെയ്ത കുറെ മൂവികൾ, അത് എടുത്ത് കാണുന്നവരുണ്ട് ആകാശ ലോകത്ത് വെച്ച്. വാവാട് ഉസ്താദ് പറഞ്ഞു, ഒരിക്കൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, സാരല്ല കുട്ടി, നിങ്ങൾ യാത്ര ചെയ്യുന്നത് ആകാശത്ത് കൂടിയല്ലേ, മലക്കുകളുടെ ലോകല്ലേ, തെറ്റ് ചെയ്യാത്ത ലോകല്ലേ, ഹൈറാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ്, അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരെ അറിയില്ലേ, സമസ്തയുടെ മഹാനായ ഒരു ആലിമായ വലിയ, അതുപോലെ ഒരുപാട് സാത്വികരായ ഉലമാ, അവർക്കൊക്കെ അല്ലാഹു ആയുസ്സിൽ ബർക്കത്തും ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തെറ്റ് ചെയ്യാത്ത ലോകമല്ലേ ആകാശ ലോകം. അവിടെയും ചെന്ന് നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെയും കള്ളു വിളമ്പാണ്, മദ്യം കുടിക്കുകയാണ്, പാട്ട് കേൾക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനാവശ്യമായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആകാശ ലോകത്തെ വലിയ നിഅമത്തുള്ള ഒരു യാത്ര കഴിഞ്ഞ് മനുഷ്യൻ ഭൂമിയിലെ മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ഇദാ അറദത അൻ തഅശുല്ലാഹ് ഫലാ തഅശുഹി ഫീ അർളിഹി. അല്ലാഹു പറഞ്ഞതിന് എതിര് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാന്റെ ഭൂമിയിൽ നിന്ന് ചെയ്യാൻ പാടില്ല. ആര് പറഞ്ഞു? ഇബ്രാഹിം അദ്ഹം തങ്ങൾ. ശൈഖ് അവറുകളെ, ഭൂമിയിലല്ലാതെ എവിടെ പോവാനാണ്? എന്നാ നീ ആലോചിക്കണം. അള്ളാഹുവിനെ നീ എതിര് ചെയ്യുകയാണെങ്കിൽ ഫലാ തസ്കുൻ ഫീ അർളിഹി, അള്ളാന്റെ ഭൂമിയിൽ നീ താമസിക്കാൻ പാടില്ല. എവിടെ പോയി പിന്നെ താമസിക്കും? ഓർത്തേക്കണം, അള്ളാന്റെ ഭൂമിയിൽ താമസിച്ചുകൊണ്ടാണ് നീ തെറ്റ് ചെയ്യുന്നത്. അള്ളാഹുവിനെ തെറ്റ് ചെയ്യണമെന്ന് നിന്റെ ശരീരം പിടിച്ചു നിൽക്കണില്ല എന്ന് പറയുകയാണെങ്കിൽ നീ തന്നെ പറ, അള്ളാഹു തന്ന ഭക്ഷണം തിന്നിട്ട് നീ അത് ചെയ്യാൻ പാടില്ല. അള്ളാഹു തരുന്ന ഭക്ഷണം തിന്നാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമാ തസ്തഹി, നിനക്ക് നാണം തോന്നുന്നില്ലേ? അൻ തഅസിയല്ലാഹ് വഹുവ യുത്ഇമുക വയസ്ഖീക്. എങ്ങനെ നീ തെറ്റ് ചെയ്ത് ജീവിക്കുന്നു സഹോദരീ സഹോദര? വഹുവ യുത്ഇമുക വയസ്ഖീക്, അവനല്ലേ നിനക്ക് ഭക്ഷണം തന്നത്, അവനല്ലേ നിനക്ക് വെള്ളം തന്നത്. വയഹ്ഫദു അലൈക ഖുവതക്, അല്ലാഹു അല്ലേ നിന്റെ ആരോഗ്യം നിനക്ക് നിലനിർത്തി തരുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, കുറച്ചുകൂടെ പറഞ്ഞു തരും, കുറച്ചുകൂടെ പറഞ്ഞു തരണം. ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ മറുപടി, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോ ഒന്ന് കുതറി ഓടിയേക്കണം. ആർക്കാണ് ഓടാൻ കഴിയുക? ഇന്നമാ യുസാഖൂൻ, അവർ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചേക്കപ്പെട്ട് കൊണ്ടുപോകപ്പെടുന്നവരല്ലോ. നിന്റെ തെറ്റുകള് നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ വായിക്കാൻ വേണ്ടി പറയുമ്പോ പറഞ്ഞേക്കണം, പടച്ചവനെ പച്ച നുണയാണ് ഈ പറയുന്നത്, ഞാൻ ചെയ്യാത്ത തെറ്റുകളാണ് മലക്കുകൾ രേഖപ്പെടുത്തിയത് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നീ എന്ന് നിഷേധിച്ചേക്കണം. കഴിയില്ലല്ലോ, വായകൾക്ക് സീല് വെക്കപ്പെടുമല്ലോ അന്ന്. എങ്ങനെയാ പറയാൻ പറ്റുക? മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ ഈ സാരോപദേശം കേട്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹ്, പടച്ചവനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹ് ഫൈനൽ കിറാമുൽ കാതിബൂൻ, എല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ടല്ലോ. വൽ മലായികത്തുൽ ഹാഫിളൂൻ, ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. വശുഹൂദുൻ നാതിഖൂൻ, എല്ലാം വിളിച്ചു പറയുന്ന കൈകാലുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാനുണ്ടല്ലോ. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് ഈ വാക്കും പറഞ്ഞങ്ങനെ പോവാൻ. ഐനൽ കിറാമുൽ കാതിബൂൻ വൽ മലായികത്തുൽ ഹാഫിളൂൻ വശുഹൂദുൻ നാതിഖൂൻ. പടച്ചവനെ, ഇനി എനിക്ക് നിന്റെ ഭൂമിയിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നിന്റെ ഭൂമിയിൽ നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ ഭൂമിയിൽ താമസിച്ച് നീ കാണുന്നിടത്ത് വെച്ച് എനിക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും?
ഈ ഒരു ചിന്ത നമുക്ക് ഈ സദസ്സിൽ നിന്ന് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു 3 സംഭവമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു നിമിഷം കൊണ്ട് ഒരൽപ്പം ഏതാനും മിനിറ്റുകളെ കൊണ്ട് ഈമാൻ ഖൽബിലേക്ക് കയറി ഹൂറുല്ലീനികൾ വായിലേക്ക് പഴങ്ങൾ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ, ആ പെണ്ണുങ്ങളെ കണ്ടപ്പോ മുഖം തിരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിന് ജീവിതത്തിൽ മുഴുവനും ഓർക്കാൻ പറ്റുന്ന ഒരു ഉപദേശം കൊടുത്ത ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സാരോപദേശം. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വിശേഷിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.